അത് ഞാൻ എന്നതിലല്ല, ഏത് നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്യും അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടേണ്ട എല്ലാ സ്പോർട്സ് പേഴ്സണും കേരളത്തിൽ അംഗീകരിക്കപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഒരു അനസ് ആയിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ റിനോ ആയിട്ട് മാത്രമല്ല. ഞാൻ ഇത് എനിക്ക് കിട്ടിയോണ്ട് ഞാൻ അഹങ്കരിച്ച് പറയല്ല. എം പി പ്രദീപ് എന്ന ഫുട്ബോളറെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടു വളർന്ന ഒരു ഫുട്ബോളറാണ്. ഇപ്പോഴൊന്നും കൊടുക്കേണ്ടതല്ല അയാൾക്ക് അദ്ദേഹത്തിന് ജോലി. ഒരുപാട് കാലം മുൻപേ കൊടുക്കേണ്ടതായിരുന്നു എം പി പ്രദീപ് എന്ന ഫുട്ബോളർക്ക് ഈ ജോലി. സോ നമ്മളെ കൂട്ടത്തിൽ അദ്ദേഹം കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇതില് പുതിയ തലമുറയിൽ വരുന്ന താരങ്ങളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കരിയർ രാജ്യത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയൊക്കെ അവർ സമർപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ അവരുടെ ഭക്ഷണം തൊട്ട് അവരുടെ ഉറക്കം തൊട്ട് എല്ലാം അതിനുവേണ്ടി സമർപ്പിച്ചിറങ്ങുന്നതാണ്. അവസാനം ഒരുപക്ഷെ കളി അവസാനിപ്പിക്കുമ്പോൾ ഒരു 35-40 വയസ്സിൽ പരമാവധി കളി അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മെസ്സേജാണ്, ഒരു സന്ദേശമാണ്. നിങ്ങൾക്കൊരു ഇടമുണ്ട് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് നൽകുന്ന ഒരു ഉണർവ് എന്തായിരിക്കും, ഈ ഒരു മെസ്സേജ് എന്തായിരിക്കും എന്നുള്ളത്. അംഗീകാരങ്ങൾ തീർച്ചയായിട്ടും അത് അങ്ങനെ നിൽക്കും. ഇപ്പൊ ഇന്ത്യ കളിച്ചത് കൊണ്ട് അത് എക്സ് ഫുട്ബോൾ പ്ലെയർ എന്നുള്ള നമ്മളെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആയിട്ടാണ് നിൽക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് നമ്മൾ അത് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ട്. കാരണം നമ്മൾ പഴയ ഫുട്ബോളർ ആയിരുന്നു എന്നത്. ഒരു ഗവൺമെന്റ് ജോലി ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ് ഫുട്ബോൾ പ്ലെയർ ആകുമ്പോൾ, എക്സ് ഇന്റർനാഷണൽ ഫുട്ബോളർ ആകുമ്പോൾ അത് ആ ലേബില് നമുക്ക് അവിടെ എപ്പോഴും നമുക്കത് ചാപ്പകുത്തിയ പോലെ നമുക്ക് ഉണ്ടാവും അത്. സോ എന്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗീകാരമായിട്ട് എന്തായിരുന്നു നീ ഫുട്ബോളിന് വേണ്ടിയിട്ട് ചെയ്തത് എന്നതിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, എന്തായാലും അനസിനെ സംബന്ധിച്ചിടത്തോളം റിനോ, NP പ്രദീപ് 3 താരങ്ങളും രാജ്യത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞ് നടത്തിയ പ്രകടനങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അനസ് വളരെയധികം നന്ദി നമുക്കൊപ്പം ചേർന്നതിന്. കാരണം അനസിന് ഇതിനു മുൻപ് ഇതേ ഫ്രെയിമിൽ കണ്ട സമയത്ത് നിരാശയോടെയായിരുന്നു അനസ് സംസാരിച്ച് തുടങ്ങിയത്. ഇന്നിപ്പോൾ 2 വർഷം കഴിയുന്നു. ഇന്നിപ്പോൾ അനസിൻ്റെ മുഖത്ത് പുഞ്ചിരി കാണുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം നമ്മളുടെ നമുക്കുമുണ്ട്, മീഡിയ വണ്ണിനും ഉണ്ട് എന്ന് കൂടി പറയട്ടെ. എന്തായാലും ആ യാത്രയ്ക്കൊപ്പം സജ്ജീകരിക്കും. പക്ഷേ ഇവിടെ അവസാനിച്ചിട്ടില്ല. അനസ് ഇപ്പോഴും പറയുന്നു ഇവിടെ അവസാനിച്ചിട്ടില്ല ഈ പോരാട്ടം. കാരണം ഈ വാർത്തയുടെ ഒരു യാത്ര ഇനിയും തുടരേണ്ടതുണ്ട്. കാരണം സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കായിക താരങ്ങളെ പുറത്തുവിടാതെ പൂട്ടിവെക്കുന്ന സമ്പ്രദായം കേരളത്തിലുണ്ട്. അങ്ങനെ അവരുടെ പ്രതിഭ മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോകുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിൽ കൂടിയൊക്കെ ഒരു മാറ്റം വരണം സ്വാഭാവികമായി. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സാധനങ്ങളാണ്. കാരണം നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്ത പ്ലേയേഴ്സ് ഒരുപാട് 19-20 വയസ്സായ ആളുകൾ ഡിപ്പാർട്ട്മെന്റ് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെ. സോ അവരെ നമ്മൾ 19-20 വയസ്സിൽ ഡിപ്പാർട്ട്മെന്റിൽ വെക്കണം. പക്ഷെ അതിലുപരി നാഷണൽ ടീം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ അത് ആ ഡിപ്പാർട്ട്മെന്റിനും കൂടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. സോ അവരെ കളിക്കാൻ വിടണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. എന്തായാലും വളരെയധികം നന്ദി അനസ് എടത്തൊടിക ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ സന്തോഷ നിമിഷത്തിൽ അനസിനൊപ്പം ചേരാൻ സാധിച്ചതിൽ നമുക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ജോലിക്കായി യാചിക്കണോ എന്നുള്ള ഈ പരമ്പര തുടങ്ങുന്ന സമയത്ത് പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി കൊടുക്കാനാണെങ്കിൽ എത്ര പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ ഈ എന്താ പറയുക, സർക്കാർ തലത്തിൽ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇത് ജോലി നൽകേണ്ട ആളുകൾ എന്ന തരത്തിലുള്ള ആളുകൾ പോലും നമ്മളോട് വിമർശനം പറഞ്ഞിരുന്നു. പക്ഷേ അതായിരുന്നു ശരിയുള്ള വഴി, അതായിരുന്നു ശരിയുള്ള യാത്ര. അതിനൊടുക്കം ഇപ്പോൾ അനസിനും റിനോയ്ക്കും പ്രദീപിനും NP പ്രദീപിനും ജോലി ലഭിച്ചിരിക്കുന്നു. വലിയ ചരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. താങ്ക് യു അനസ് എടത്തൊടിക ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്.